സൗജന്യ യാത്ര അനുവദിച്ച ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബോർഡ് വെച്ച് സർവീസ് നടത്തി KSRTC. കിഴക്കേക്കോട്ടയിൽ നിന്നും വെഞ്ഞാറമൂട്ടേക്ക് വന്ന സർവീസുകൾ പലതും ഇത്തരത്തിലായിരുന്നു. സിറ്റി ഫാസ്റ്റായി വന്ന മറ്റു പല ബസ്സുകളും വേണാട് ബസ്സുകളായിരുന്നു. ഇവയും ആദ്യകാലങ്ങളിൽ ഓർഡിനറി സർവീസ് നടത്തിയിരുന്ന ബസ്സുകളാണ്. സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ച ദിവസം തന്നെ KSRTCയുടെ ഇത്തരം നടപടി ഏറെ വിമർശനവിധേയമായിരിക്കുകയാണ്. ജനങ്ങളെ ഇനിയും പറ്റിക്കണങ്ങൾ അറിയാൻ ചോദിക്കുകയാണ്. ഇന്ദിരാ ഗ്യാരണ്ടി പറഞ്ഞിട്ട് 5, 6, 8, 10 വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ജനങ്ങളുടെ വോട്ടും വാങ്ങിയിട്ട് പെട്ടിയിലാക്കി എണ്ണിക്കഴിഞ്ഞിട്ട് നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് വിട്ട ആ ജനങ്ങളെ നിങ്ങൾ എന്തിനു പറ്റിക്കുന്നു അറിയാഞ്ഞിട്ട് ചോദിക്കുക. പൊന്നാര മക്കളെ, ജനങ്ങളെ, ഇതിൽ ഭൂലോക ഉടായിപ്പാണ്. കാരണം എൻ്റെ അഭിപ്രായമല്ല, സലാം കരിമ്പനക്കലിൻ്റെ അഭിപ്രായമല്ല. മിക്കവാറും ചാനലിൽ വന്നിട്ടുണ്ട്, ഒരുപാട് ചാനലിൽ വന്നിട്ടുണ്ട് ഈ കാര്യങ്ങൾ. 100 കണക്കിന് ബസ് തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഡിപ്പോയിൽ 100 കണക്കിന് ഓർഡിനറി ബസ്, അതിൽ വിരലിൽ എണ്ണാവുന്ന ബസ്സുകൾ മാത്രമേ ഇപ്പോൾ ഓർഡിനറി ആക്കിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഒറ്റ രാത്രി കൊണ്ട് അവർ സിറ്റി ഫാസ്റ്റ് എന്നുള്ള സ്റ്റിക്കർ അങ്ങോട്ട് ഒട്ടിച്ചു കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറയട്ടെ, സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ എങ്ങനെ ഈ ഓർഡിനറി ബസ് കാത്തിരിക്കും? കാരണം 8 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് ജോലിക്ക് എത്തേണ്ട ഒരു വ്യക്തി മണിക്കൂറിൽ 1, 2 അല്ലെങ്കിൽ 1.5 മണിക്കൂറിൽ 1, 2 ബസ്സുള്ള ഓർഡിനറി ബസ്സുള്ള ഒരു സ്റ്റേഷനിൽ എങ്ങനെ കാത്തിരിക്കും ഒരു സ്ത്രീ? കൃത്യസമയത്ത് 10 ജോലി സ്ഥലത്ത് എത്തിയിട്ടില്ലെങ്കിൽ അവരെ ജോലി തെറിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? കയ്യിലുള്ള കാശ് കൊണ്ട് കിട്ടിയ ബസ്സിൽ കയറിയിട്ട് അവരെ ജോലി സ്ഥലത്ത് എത്താനല്ലേ നോക്കുക. ഈ ഭൂലോക ഉടായ്പായിട്ടല്ലേ ഇറങ്ങിയിരിക്കണം നിങ്ങൾ. ഇത് എൻ്റെ അഭിപ്രായമല്ല, എല്ലാ ചാനലിലും വന്നിട്ടുണ്ട്. 100 കണക്കിന് ഓർഡിനറി ബസ് സിറ്റി ഫാസ്റ്റ് എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ചങ്ങോട്ട് വെച്ചിരിക്കുക ഇപ്പോൾ. എന്നിട്ട് അപ്പോൾ സർക്കാരിന് നഷ്ടം വരില്ലല്ലോ. 100 ബസ്സുള്ള ഒരു ഭാഗത്ത് ഒരു 8, 10 ബസ് മാത്രം ഓർഡിനറി ആക്കിയിട്ട് ബാക്കിയുള്ള 90 ബസ്സിനും സിറ്റി ഫാസ്റ്റ് എന്നുള്ള സ്റ്റിക്കർ അങ്ങോട്ട് ഒട്ടിച്ചിരിക്കുക. എന്തൊരു ബുദ്ധി! സമ്മതിച്ചിരിക്കണം. നിങ്ങളുടെയൊക്കെ അനുഭവിച്ചോളി, നിങ്ങൾ അനുഭവിച്ചോളി. ഒരു രക്ഷയില്ല. നിങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടി പറഞ്ഞപ്പോൾ ഓട്ടം അങ്ങോട്ട് കൊടുത്തതല്ലേ, അനുഭവിച്ചോളി നിങ്ങൾ. എൻ്റെ അതേ പോകുന്നുണ്ട് കോങ്ങാട് മണ്ണാർക്കാട് ആകെ 3, 4 KSRTC ഉള്ളത്. അത് മണിക്കൂറിലാണ് ഉള്ളത്. ഞാൻ പറയട്ടെ, 10 മണിക്ക് പോണ്ട അല്ലെങ്കിൽ 9 മണിക്ക് പോണ്ട അല്ലെങ്കിൽ 8 മണിക്ക് പോണ്ട ഒരു വ്യക്തി എങ്ങനെ കാത്തിരിക്കും? 1 മണിക്കൂർ കാത്തിരിക്കും? നിങ്ങളൊന്ന് പറയും. എന്നിട്ട് ഇന്ദിരാ ഗ്യാരണ്ടി പറഞ്ഞിട്ട് ജനങ്ങളെ വഞ്ചിച്ചിട്ട് വോട്ടും വാങ്ങിയിട്ട് 100 കണക്കിന് സീറ്റും വാങ്ങി ഭരണത്തിലേറിയിട്ട് ഉളുപ്പുണ്ടോ മക്കളെ? ഇങ്ങൾക്കൊക്കെ അറിയാൻ ചോദിക്കണം. വല്ലാത്തൊരു കഷ്ടം തന്നെ. ജനങ്ങളെങ്ങനെ പറ്റിക്കരുത്.